അവർക്കെല്ലാം വിളിക്കാൻ ഇത് മാത്രമേ ഉള്ളൂ, അവർക്കൊക്കെ പറയാനും ഇത് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവാണ് ആ നിശ്ചലനായി കിടക്കുന്നത് എന്ന്. ഇന്നുകൂടെ മാത്രമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആ മുല്ലപ്പൂവിനെ, ഞങ്ങളുടെ ആ റോസാപ്പൂവിനെ കാണാൻ കഴിയുകയുള്ളൂ എന്ന്. ഞങ്ങൾ ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് ഞങ്ങളുടെ ആ റോസാപ്പൂവിന് യാത്ര നൽകുക എന്ന്. അത്രമേൽ വൈകാരികമാണ് VSന്റെ ആ വിലാപയാത്ര. VSനെ സ്വീകരിക്കുന്ന ഓരോ മനുഷ്യരും ഇന്നും VSന് വേണ്ടി, ഇപ്പോഴും VSന് വേണ്ടി മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത്. കേരളം അങ്ങനെ അവരുടെ ആ ജനകീയ നേതാവിനെ, നമ്മുടെ ഓരോരുത്തരുടെയും പ്രിയപ്പെട്ടവനെ VS അച്യുതാനന്ദനെ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്ക് അദ്ദേഹം അർഹിക്കുന്നത്രയും ആദരം നൽകി മടക്കി അയക്കുകയാണ്. ജീവിതത്തിൽ ഉടനീളം പോരാളിയായിരുന്ന VSനെ നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ് പ്രിയപ്പെട്ടവരെ. VS എന്ന ചുരുക്കപ്പേരിൽ ഓരോ മനുഷ്യരുടെയും മനസ്സിൽ ഇടം പിടിച്ച VS അച്യുതാനന്ദൻ ജനിച്ചപ്പോൾ മുതൽ, 4 വയസ്സുള്ളപ്പോൾ തന്നെ അമ്മ നഷ്ടപ്പെടുന്നു, 11ാം വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെടുന്നു. പിന്നീട് ചെറുപ്രായത്തിൽ തന്നെ തൊഴിലിൻ്റെ കാഠിന്യം, പാർട്ടി ജീവിതം, അങ്ങനെയായിരുന്നു VS അച്യുതാനന്ദൻ വളർന്നു വന്നത്, ഈ നാടിനു വേണ്ടി പ്രവർത്തിച്ചത്. അച്ഛൻ മരിച്ചതോടെ പിന്നീട് 7ാം ക്ലാസ്സിൽ വെച്ച് അദ്ദേഹം പഠനം അവസാനിപ്പിക്കുകയായിരുന്നു. നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനെ VSനുള്ളിലെ ആ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ടെത്തിയത് P കൃഷ്ണപിള്ളയാണ്. പിന്നീട് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിച്ച് അവരെ സംഘടിപ്പിച്ചു. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുക്കവെയാണ് അറസ്റ്റ് വാറന്റിനെ തുടർന്ന് പൂഞ്ഞാറിലേക്ക് ഒളിവിൽ പോയത്. അന്ന് ആ ലോക്കപ്പ് മർദ്ദനം, അദ്ദേഹം അനുഭവിച്ച ലോക്കറ്റ് മർദ്ദനമൊക്കെ ഇപ്പോഴും ഒരാളുടെയും കണ്ണിൽ നിന്ന് പോകില്ല. VSന്റെ ചരിത്രം വായിച്ചിട്ടുള്ള, VS അനുഭവിച്ചിട്ടുള്ള ഓരോ യാതനകളും അറിഞ്ഞ ഏതൊരു മനുഷ്യനും തോന്നും ഇത്രയുമൊക്കെ പീഡനം ഒരു മനുഷ്യനെ കൊണ്ട് എങ്ങനെയാണ് സഹിക്കാൻ കഴിയുക എന്ന്, ഇത്രയൊക്കെ യാതനകൾ ഒരു മനുഷ്യനെ കൊണ്ട് എങ്ങനെയാണ് സഹിക്കാൻ കഴിയുക എന്ന്, എന്തിനു വേണ്ടിയാണ് ആ മനുഷ്യൻ ഈ നാടിന് വേണ്ടി ഇത്രയേറെ വേദന സഹിച്ചത് എന്ന്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ നാട് അദ്ദേഹത്തിന് നൽകുന്ന ഈ ഹൃദയാഭിവാദ്യങ്ങൾ. ഇപ്പോൾ വിലാപയാത്ര കൊല്ലം ജില്ല കടക്കാനൊരുങ്ങുകയാണ്, ഓച്ചിറയിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ഓച്ചിറയിലേക്ക് എത്തിയിട്ടുണ്ട് വിലാപയാത്ര. അത് കഴിഞ്ഞാൽ KPSC ജംഗ്ഷനിലേക്ക് കടക്കും വിലാപയാത്ര. പിന്നീടാണ് കായംകുളത്തേക്ക് എത്തുക, അതായത് സ്വന്തം മണ്ണിലേക്ക്, ആലപ്പുഴയിലേക്ക് എത്തുന്നത്. ഇപ്പോൾ കാണുന്നതിലും 10 മടങ്ങ് ആളുകളാവും കായംകുളം മുതൽ പിന്നീട് അങ്ങോട്ട് VSനെ കാണാനായി കാത്തു നിൽക്കുന്നത്. കാരണം ആലപ്പുഴയുടെ മുത്താണ് VS അച്യുതാനന്ദൻ, ആലപ്പുഴയുടെ പുത്രനാണ് VS അച്യുതാനന്ദൻ. ആ ജില്ലയെ ഇങ്ങനെ പരുവപ്പെടുത്തിയെടുത്തിയത് VS ആണ്. അവിടെ നടത്തിയ എത്രയോ സമരങ്ങളാണ് നമുക്കറിയുന്ന പോലെ. പുന്നപ്ര വയലാർ സമരമടക്കം എത്രയോ സമരങ്ങൾ ആലപ്പുഴയ്ക്ക് വേണ്ടി, അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി, അവിടുത്തെ തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടി. അവിടെയൊക്കെയും ഇപ്പോഴും VSന്റെ പാദമുദ്രകൾ പതിഞ്ഞിട്ടുണ്ടാകും. അവിടെയൊക്കെയും ഇപ്പോഴും VSന്റെ സാന്നിധ്യം അവർക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാൻ കഴിയുന്നുണ്ടാകും.